ബഷീറേ, യൂസർ കാർ മേഖലയിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ? കുറച്ചൊക്കെ ചെറുതാ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആളുകൾ എന്തിനാ പുതിയ കാർ വാങ്ങുന്നതിന് പകരം യൂസർ കാർ സെലക്ട് ചെയ്യുന്നത്? യൂസർ കാർ എന്നുള്ള മെയിൻ ഏതൊരാൾക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു ചോയ്സാണ്. ഒരു വലിയ വണ്ടി എടുക്കുന്ന ഒരാൾ ഒരു ചെറിയ എമൗണ്ടിൽ ആ ഒരു വലിയ വണ്ടി അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ക്രെറ്റ, ഒരു ചെറിയ ഒരു നോർമൽ വെഹിക്കിൾ വരാണ്. ക്രെറ്റ ഇപ്പോൾ ഒരു 12 ലക്ഷം ഇത് പോകും. അപ്പോൾ ആ വണ്ടി അവർക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 7 ലക്ഷം 6 ലക്ഷം രൂപ. അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് ലെസ്. എത്ര വർഷം പഴക്കം കഴിഞ്ഞാൽ? 2 ഇയർ 3 ഇയർ ഒക്കെ ആയി കഴിഞ്ഞാൽ അത്രയും വേരിയേഷൻ വരും എമൗണ്ടിൽ. 2-3 രൂപയുടെ മാറ്റം എന്തായാലും നോർമലി വരും. വേറെ എന്തെങ്കിലും കാരണം? മെയിൻ അതാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് ഉണ്ടാകുമ്പോൾ നാളെ അയാൾക്ക് ഒരു പെട്ടെന്ന് അർജന്റ്ലി കേസിൽ വണ്ടി സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ, സോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും വലിയ ഡിപ്രീസിയേഷൻ ഇല്ലാതെ അത് വിൽക്കാനും പറ്റും. അത് വലിയൊരു ഗുണമാണ്. വലിയൊരു എമൗണ്ട് ലോൺ ഇടണം. ആ ചെറിയ ഇപ്പോൾ ഒരു 4 ലക്ഷം എമൗണ്ട്, ഒരു 10 ലക്ഷം രൂപ പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവരൊരു 1 ലക്ഷം രൂപ കൊടുത്തിട്ടെടുക്കുക വെച്ചാൽ 9 ലക്ഷം രൂപ ലോൺ ഇടണം. അപ്പോൾ ഇതൊരു ആ വണ്ടി തന്നെ ഒരു ഏകദേശം ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടുകയെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കൊടുത്താൽ 6 ലക്ഷം ആ ഒരു എമൗണ്ടിനുള്ള ലോൺ എമൗണ്ട് അവർ ലോൺ ഇട്ടാൽ മതി. അപ്പോൾ അതിനുള്ള പലിശ കൊടുത്താൽ മതി. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. മെയിൻ വിൽക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ. അത് പുതിയ വണ്ടി എടുത്ത് വെക്കുന്ന സമയത്ത് വലിയ ഡിപ്രീസിയേഷൻ വരും, സെക്കൻഡ് എടുത്ത് വെക്കുമ്പോൾ വലിയ ഡിപ്രീസിയേഷൻ വരും. അതാണ് കാര്യം. കറക്റ്റ് അതാണ് സത്യം പറഞ്ഞത്.